യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരു പുതിയൊരു മാസത്തിന്റെ ആരംഭത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കാം. ആയുസ്സും ആരോഗ്യം തന്ന കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് പരിപാലിച്ച കഴിഞ്ഞ 3 മാസക്കാലവും വരാമരുന്ന ആപത്തനർത്ഥങ്ങളെന്ന് രോഗങ്ങൾ പ്രയാസങ്ങളെന്നൊക്കെയും കർത്താവ് നമ്മെ വിടുവിച്ച് അതിശയമായി അത്ഭുതമായി നിലനിർത്തി 4-ാം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവം തമ്പുരാന്റെ കൃപ. ഹല്ലേലൂയ. ദൈവം സ്തോത്രം നമ്മെ ശ്രേഷ്ഠകരമായി നടത്തിയ എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഈ പുതിയ മാസം പുതിയ വിടുതലുകൾ പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്കും ദൈവിക പദ്ധതിയിലേക്കും നാം അടുത്ത് ചെല്ലുന്ന ഒരു മാസമായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അതേ ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കുന്ന, ദൈവത്തിന്റെ വിടുതലുകൾ അനുഭവിക്കുന്ന ഒരു മാസമായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോട് കിടക്കുന്ന പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെയും പ്രാപിച്ച് നാം പുറത്തു വരുന്ന ഒരു മാസമായി തീരട്ടെ. ആമേൻ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഈ മാസത്തിന്റെ ആരംഭത്തിൽ പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ശാന്തത ഉണ്ടാകും. അതെ, കഴിഞ്ഞ 3 മാസക്കാലം പല വിഷയത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തത ഇല്ലാതെ വണ്ണം നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയാതെ കൊടുങ്കാറ്റുകളും തിരമാലകളും നിങ്ങളുടെ ജീവിത പടകിനെതിരെ ആഞ്ഞടിച്ച് കാണുമായിരിക്കാം. എന്നാൽ ഈ 4-ാം മാസത്തിന്റെ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ശാന്തത വെളിപ്പെടാൻ പോകുക. നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന മാസമത്രേ. ആമേ. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. അതെ, സ്തോത്രം. ഹല്ലേലൂയ. ചിലത് അമരുവാനായിട്ട് ഇടയായി തീരുമ്പോൾ വലിയ ശാന്തത വെളിപ്പെടും. കാരണം അടക്കി വാഴുവാൻ കഴിയുന്ന, അമർത്തുവാൻ കഴിയുവാൻ അധികാരമുള്ള സർവശക്തനായ ദൈവമത്രേ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നത്. ഹല്ലേലൂയ. ഈ 4-ാം മാസം വിശ്വസിക്കാൻ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിത യാത്രയുടെ മുമ്പാകെ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ചിലതിനെ ശാസിക്കേണ്ടതിനായിട്ട്, ചിലതിനെ അമർച്ച ചെയ്യേണ്ടതിനായിട്ട്, ചിലതിനെ അടക്കി വാഴുവാൻ അധികാരമുള്ള സർവശക്തനായ ദൈവം ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകൽക്കാലം അത്രേ. അത് മുഖാന്തരമായിട്ട് ജീവിതത്തിനകത്ത് ശാന്തത വെളിപ്പെടും. എന്തൊക്കെ ചെയ്തിട്ടും ഒരു ശാന്തതയോട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഇതിനെ അധികാരമുള്ള ഹല്ലേലൂയ ഇതിനെ അടക്കുവാൻ അധികാരമുള്ള സർവശക്തനായ ദൈവവുമായിട്ട് നീ മുന്നോട്ട് യാത്ര ചെയ്യുക. അമർച്ച ചെയ്യേണ്ട കർത്താവ് അമർച്ച ചെയ്ത് ചിലതിനെതിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗദര ദേശത്തേക്ക് കടന്നു പോകുവാൻ യാത്ര തിരിക്കുന്ന ആ സാഹചര്യത്തിൽ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? ആ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്നാൽ അതിന്റെ മുമ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവര് ആ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി എന്ന് കാണുവാൻ
കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മുങ്ങിക്കയറുക, തള്ളിക്കയറുന്ന ഒരു അനുഭവം, മുക്കിക്കളയേണ്ടതിനായിട്ട്. അതായത് അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരുടെ യാത്രയെ തടയുവാൻ, അവരുടെ യാത്ര എത്തേണ്ടടുത്ത് എത്താതിരിക്കുവാൻ, അവരെ പകുതി വഴി വെച്ച് മുക്കിക്കളയേണ്ടതിനായിട്ട് തള്ളിക്കയറുന്ന ഒരു അനുഭവം പടകിലേക്ക്. സ്തോത്രം. ഒരു ചുഴലിക്കാറ്റ് അവരുടെ ജീവിത പടകിനകത്തേക്ക് തള്ളിക്കയറുവാനായിട്ട് ഇടയായി തീരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്റെ യേശു കർത്താവ് അവരെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിത യാത്രയുടെ ആരംഭത്തിൽ നീ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെ നിന്റെ ജീവിതത്തെ മുക്കിക്കളയുവാൻ, നിനക്കൊരു സ്വസ്ഥത ഉണ്ടാകാതിരിക്കുവാൻ, നിന്റെ യാത്രയിൽ ഒരു ശാന്തത വെളിപ്പെടാതിരിക്കുവാൻ, നിനക്ക് സമാധാനത്തോടെ യാത്ര ചെയ്യാതിരിക്കേണ്ടതിനായിട്ട് തള്ളിക്കയറുന്ന ചില പ്രശ്നങ്ങളെ ഈ പകൽക്കാലം എന്റെ കർത്താവ് ചിലതിനെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് മുമ്പിൽ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. തള്ളിക്കയറുകയെ എത്ര തന്നെ അതിന് എതിരായിട്ട് നിന്ന് കഴിഞ്ഞിട്ടും അതിനെ അമർച്ച ചെയ്യുവാൻ കഴിയാതെ തള്ളിക്കയറുന്ന ഒരു അനുഭവത്തിൽ കൂടെ ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോ നിന്റെ പ്രാർത്ഥനയ്ക്കെതിരായി, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരായി, നിന്റെ കുടുംബജീവിതത്തിനെതിരായി പ്രശ്നങ്ങൾ തള്ളിക്കയറുവാൻ വന്ന് നിൽക്കുമ്പോ ഈ പകൽക്കാലം ഹല്ലേലൂയ ചിലതിനെ ദൈവം തമ്മിൽ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് എന്നേക്കുമായി മാറ്റുന്ന പകൽക്കാലം എത്ര യേശുവിന്റെ നാമത്തിൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് തലേണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? അവര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റു. ഹല്ലേലൂയ. കാറ്റിനെ ശ്വാസിച്ചു. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിനകത്തും കഴിഞ്ഞ 3 മാസക്കാലത്തിനകത്ത് കടന്നു വന്ന പ്രശ്നത്തിനകത്ത് ഞാനും നിങ്ങൾ അറിയാതെ ചോദിച്ച ചോദ്യങ്ങൾ കാണുമായിരിക്കാം. കർത്താവ് കാണുന്നില്ലേ ഈ പ്രശ്നത്തിന് എന്താ ഒരു പരിഹാരമില്ലാത്ത, എന്റെ ജീവിതത്തിന് ഒരു സമാധാനമില്ലാത്ത, എന്റെ ജീവിതത്തിൽ എന്തേ മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ യാത്രയിൽ തടയപ്പെടുന്നത്? ഇതൊക്കെയും കടന്നു വന്ന ചോദ്യം കാണുമായിരിക്കാം. ദൈവിക വാഗ്ദത്ത പ്രകാരമല്ലേ ഞാൻ മുന്നോട്ട് യാത്ര തിരിച്ചത്? ദൈവസത്തം കേട്ടിട്ടല്ലേ ഞാൻ യാത്ര തിരിച്ചിട്ട്, എന്നിട്ട് എന്തേ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ എന്റെ ജീവിത മേഖലയ്ക്കകത്ത് ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യങ്ങൾ കടന്നു വരുമ്പോ, അതേ സ്തോത്രം, നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ നടുവിൽ കടന്നു വരുമ്പോ ഈ പകൽക്കാലം പറയട്ടെ, യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകൽക്കാലം എത്രേ. അവിടെ കാണുന്നു യേശു എഴുന്നേറ്റു. ഹല്ലേലൂയ. അതെ, ഈ പകൽക്കാലം ഈ 4-ാം മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ പൈതലേ, നിന്റെ യാത്രയിൽ തടയപ്പെടുന്ന ചിലതിനെ ശാസിക്കേണ്ടതിനായിട്ട്, ചിലതിനെ അമർച്ച ചെയ്യേണ്ടതിനായിട്ട്, നിന്നെ എത്തിക്കേണ്ടതിനായിട്ട് എന്റെ സർവശക്തനായ ദൈവ, സകലത്തിന്മേലും അധികാരമുള്ളവൻ, സകലത്തിനെ അടക്കി വാഴുവാൻ അധികാരമുള്ള സർവശക്തനായ ദൈവം ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പകൽക്കാലം എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ദൈവം എഴുന്നേറ്റ എന്താ പ്രത്യേകത? ദൈവം എഴുന്നേറ്റ ശത്രുക്കൾ ചിതറിപ്പോകും. നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. പുക പതറിപ്പോകുന്നത് പോലെ, തീങ്കൽ മെഴുകു ഉരുകി മാറുന്നത് പോലെ നിന്റെ മുമ്പിൽ നിന്ന് വാദിച്ചു കൊണ്ട് നിന്ന, നിന്റെ യാത്രയ്ക്ക് വിഘ്നം വരുത്തിയ, നിന്റെ യാത്രയുടെ മുമ്പാകെ തടസ്സങ്ങൾ കൊണ്ടുവന്നത് ചിലതൊക്കെ ചിതറി മാറുവാനായിട്ട് ഇടയെത്തിര, നിന്റെ മുമ്പിൽ വഴികൾ തുറക്കുവാനായിട്ട് ഇടയെത്തിര. നിനക്ക് സമാധാനത്തോടെ നിനക്ക് ശാന്തതയോടും കൂടെ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കാരണം എന്താ? സ്തോത്രം. ദൈവമാ നിനക്ക് വേണ്ടി എഴുന്നേറ്റത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അവിടെ കാണുന്നു ദൈവം കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശ്വാസിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എഴുന്നേറ്റിട്ട് വെറുതെ ഇരിക്കുകയല്ല, ചിലതിനെ ശാസിക്കുവാനായിട്ട് ഇടയായിത്തീരും. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അധികാരം ഉള്ളവൻ. ഹല്ലേലൂയ.
നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്തോത്രം. ഈ കർത്താവുമായിട്ടാണ് നീ യാത്ര മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിന്റെ പടക് തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നിന്നെ എത്തിക്കേണ്ട ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. കൊടുങ്കാറ്റുകളും തിരമാലകളും നിന്റെ ജീവിത പടകിനെതിരായിട്ട് അടിക്കുമ്പോ ഹല്ലേലൂയ, അധികാരമുള്ള കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് ചില കൊടുങ്കാറ്റ് പോലെ ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിനകത്തേക്ക് തള്ളിക്കയറുവാനായിട്ട് ഇടയായി തീരുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, തള്ളിക്കയറിയവന് നിന്റെ ജീവിതത്തെ തകർക്കുവാൻ കഴിയാതെ ചിലതിനെ നിന്റെ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്തുനിന്ന് ദൈവം തമ്മിലെ എന്നേക്കുമായി മാറ്റിക്കളയുന്ന ഒരു പകൽക്കാലം അത്രേ. സ്തോത്രം. ചില വിടുതലുകൾ ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോ നീ അവയെ അമർത്തുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാണെന്ന് നാം വ്യക്തമായി ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. സകലത്തിന്മേലും അധികാരമുള്ള ഹല്ലേലൂയ സർവശക്തനായ ദൈവമത്രേ നമ്മോട് കൂടെയുള്ളത്. കർത്താവിന്റെ വാക്കിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ നോക്കി ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയത്തില്ല. കർത്താവ് വാക്കൊക്കെ എന്ന് മാത്രമായിരിക്കുന്നു. മനുഷ്യരുടെ വാക്കുകൾ മാറിപ്പോകുമ്പോ നിന്നെ നോക്കി കർത്താവ് ഒരു വാക്ക് പറഞ്ഞ, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി എന്റെ യേശു കർത്താവ് ഒരു വാക്കോ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയത്തില്ല. നിന്റെ മുമ്പിൽ നിന്ന് ചിലത് മാറുവാനായിട്ട് ഇടയായിത്തീര. നിനക്ക് ഇടർച്ചയായി നിൽക്കുന്ന പ്രതികൂലങ്ങളെ ഈ പകൽക്കാലം കർത്താവ് നിന്റെ ജീവിതത്തിനകത്തുനിന്ന് എടുത്തു മാറ്റുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോ നീ അമർച്ച ചെയ്യുന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചില ഗർഭത്തെ നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു. അതേ നിന്റെ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന ചില ഗർഭത്തെ ഹല്ലേലൂയ അത് ഈ പകൽക്കാലം അടക്കി വാഴുവാൻ അധികാരമുള്ള കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കിയ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് കാണുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോ നീ അവയെ അമർത്തുന്നു. ഹല്ലേലൂയ. തിരകൾ പൊങ്ങി നിന്നെ മുക്കിക്കളയുവാൻ നോക്കുമ്പോ, തിരകൾ ആഞ്ഞടിച്ച് നിന്റെ ജീവിത പടകിനെതിരെ കടന്നു വരുമ്പോ ഈ പകൽക്കാലം അതിനെ അമർച്ച ചെയ്യുന്ന സർവശക്തനായ ദൈവമത്രേ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കാമോ? വലിയ ശാന്തത നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകിയ. ഹല്ലേലൂയ. ഒന്ന് ആഗ്രഹിക്കുന്നില്ലേ, എന്റെ ജീവിതത്തിനകത്ത് ഒരു സമാധാനം ഉണ്ടായിരുന്നുവെങ്കിൽ, എന്റെ ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്കൊരു ശാന്തതയോടെ എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ലേ? സ്തോത്ര. അതേ സ്തോത്ര. ശാന്തതയോടായിരിക്കാം നീ യാത്ര തുടങ്ങിയത്. പക്ഷെ യാത്ര തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിനെതിരെ ഒന്നിനു പിറകെ ഒന്നായി കൊടുങ്കാറ്റു പോലെ തിരമാലകൾ ആഞ്ഞടിച്ച് കയറുമ്പോ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ശാന്തമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകൽക്കാലം അത്രേ. നിന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത വെളിപ്പെടാ. ആരൊക്കെ ആ ശാന്തത വരുത്തുവാൻ നോക്കിയിട്ടാ, ആരൊക്കെ അടക്കുവാൻ നോക്കിയിട്ടാ, ആരൊക്കെ അമർച്ച ചെയ്യുവാൻ നോക്കിയിട്ടാ കഴിയാത്ത ചില വിഷയത്തിന്റെ നടുവിലായിരിക്കാം ഈ പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്നത്. എന്ന ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സകലതിനെ അടക്കി വാഴുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. നിന്നെ വിസിറ്റ് ചെയ്യുന്ന പകൽക്കാലം അത്രേ. നിന്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ചില പ്രശ്നങ്ങളെ അടക്കുക, നിന്റെ തലമുറയ്ക്കകത്ത് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ അടക്കുക സർവശക്തനായ ദൈവ ഈ പകൽക്കാലം നീയുമായിട്ടൊരു കൂട്ടിമുട്ടന്റെ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ.
രക്തത്താൽ ജയമെടുക്കുന്ന സ്തോത്രം ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ശാന്തത ഉണ്ടായി. ഹല്ലേലൂയ. ആ ശാന്തത ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, അവർ ഗദരദേശത്ത് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഗദരദേശത്ത് എത്തുവാനായിട്ട് കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ കാണുന്ന ഒരു വിഷയമുണ്ട്. ആർക്കും ഒതുക്കാൻ പറ്റാത്ത, ആർക്കും അടക്കുവാൻ കഴിയാത്ത ഭൂതബാധിച്ചതായ ഒരു മനുഷ്യനെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആർക്കും അടക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിനകത്ത് ആ പൈതൽ ആയിരുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, പടകിൽ ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. സ്തോത്രം. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു, പലപ്പോഴും അവന് വിലങ്ങും ചങ്ങലെ കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങു ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ആർക്കും അടക്കുവാൻ കഴിയാത്ത ഒരു വിഷയത്തിനെ ദൈവം എന്ത് ചെയ്തു? അടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ചിലതിനെ അമർച്ച ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു, സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കുവാൻ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ചിലതിനെ അതിന്റെ തിരകൾ പൊങ്ങുമ്പോ അതിനെ അമർച്ച ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമത്രേ നിനക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നത് ആ കർത്താവ് വന്നു കഴിഞ്ഞ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ, ആർക്കും അടക്കുവാൻ കഴിയാത്ത, ആർക്കും അവനെ ബന്ധിക്കുവാൻ കഴിയാത്ത, ആർക്കും ഒതുക്കാൻ പറ്റാത്ത വിഷയത്തിനകത്തിരുന്ന മനുഷ്യനെ എന്റെ കർത്താവ് സ്വതന്ത്രമാക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത വരുത്തുവാനായിട്ട് ഇടയെത്തുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് കടന്നോ പ്രശ്നത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് തിര പോലെ ആഞ്ഞടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ ആർക്കും ഒതുക്കാൻ പറ്റാത്തതായിരിക്കാം, ആർക്കും അടക്കാൻ പറ്റാത്തതായിരിക്കാം, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കാം. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങൾ നിന്റെ നടുവിൽ ഉയരുവാനായിട്ട് ഇടയായി തീരുമ്പോ അടക്കുവാൻ അധികാരമുള്ളവൻ നിന്റെ ഭവനത്തിനകത്തേക്ക് ഈ പകൽക്കാലം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ചിലനെ സ്വതന്ത്രമാക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. ചിലതിനെ പിടിച്ചു വച്ചിരിക്കുന്ന, നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ചില വിഷയങ്ങളെ തൊടേണ്ടതിനായിട്ട് എന്റെ യേശു കർത്താവ് കടന്നു വരും. വലിയ ശാന്തത വെളിപ്പെടും. ഹല്ലേലൂയ. അതേ, ഒത്തിരി ആഗ്രഹിച്ചില്ലേ ഈ വിഷയത്തിനകത്തൊരു ശാന്തത വെളിപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന്. ഹല്ലേലൂയ. അതേ, വലിയ ശാന്തത വെളിപ്പെടാൻ പോകുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോ നീ എളിയവനൊരു ദുർഘവും ദരിദ്രനവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. ആമേ. സ്തോത്രം. ഇവിടെ നമുക്ക് വ്യക്തമായി വചനത്തിൽ കാണുന്നു, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോ പ്രിയതേ പൈതലേ, നിന്റെ ജീവിതത്തിനെതിരായിട്ട് ഭയങ്കരന്മാരുടെ ചീറ്റൽ. ഹല്ലേലൂയ. ഒരു കൊടുങ്കാറ്റ് പോലെ, നമുക്കറിയാം കൊടുങ്കാറ്റിനകത്ത് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ കൊടുങ്കാറ്റ് പോലെയാ നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ അടിച്ചു കയറുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ദൈവവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഹല്ലേലൂയ തള്ളിക്കയറുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് തകർത്തു കളയുക ചീറ്റൽ പോലെ. ഹല്ലേലൂയ. നിനക്കെതിരെ ആയിട്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞ് അടിക്കുമ്പോ കർത്താവ് നോക്കി നിൽക്കുമെന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. നീ എളിയവന് ദുർഘമായിട്ട് ഈ പകൽക്കാലം, പ്രിയ ദൈവമക്കളെ, ദുർഘമായിട്ട് എന്റെ കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകിയ. സ്തോത്രം. ദരിദ്രൻ അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയായിട്ട്. ഹല്ലേലൂയ. യഹോവന്റെ ബലവും എന്റെ സങ്കേതവുമാവുന്നു. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതേ തുണയായിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ നിനക്കൊരു കോട്ടയായി, നിനക്കൊരു പരിചയായി, നിനക്കൊരു കാവലായിട്ട് ഈ പകൽക്കാലം എഴുന്നേൽക്കാൻ പോകിയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഈ 2025 4-ാം മാസത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതലിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ വലിയ ശാന്തത വെളിപ്പെടേണ്ടതിനായിട്ട്, നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തിലേക്ക് നീ പുറത്തു വരേണ്ടതിനായിട്ട് കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന മാസമത്രേ. ഹല്ലേലൂയ. വിശ്വസിക്ക. വലിയ ശാന്തത വെളിപ്പെടും. ഹല്ലേലൂയ.
അവിടെ കാണുവാൻ സാധിക്കുന്നു, കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകതയെ കാണുവാൻ സാധിക്കുന്നു. ദുർഗമായി വെളിപ്പെട്ടു വരുന്ന കർത്താവ്, കോട്ടയായി കൂടെ ഇരിക്കുന്ന കർത്താവ്, ശരണമായി തണലായി കൂടെ ഇരിക്കുന്ന കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ഈ 2025 ഏപ്രിൽ മാസം പ്രിയ ദൈവമൈതലേ, നീ ഒറ്റയ്ക്കല്ല യാത്ര. ഹല്ലേലൂയ. നിനക്കെതിരായി കൊടുങ്കാറ്റുകൾ കടന്നു വരാം, ഭയങ്കരന്മാരുടെ ചീറ്റൽ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. നിനക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയത്തില്ലെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ഹല്ലേലൂയ, ദുർഗമായി വെളിപ്പെട്ടു വരേണ്ടതിനായി സങ്കേതമായി മറവിടമായിട്ട് കർത്താവ് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തുവാനായിട്ടിടയായി. കാരണം നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ കർത്താവ് കൂടെ ഇരിക്കുവാനായിട്ടിടയായിത്തീര. അതിനെതിരെ പടകിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോ അതിനെ ശാന്തമാക്കി നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനായിട്ട് കർത്താവ് കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീര. 107 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോ കാണുവാൻ സാധിക്കുന്നു, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്തെ അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. 2025 ആരംഭത്തെ നീ ചിലതൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടല്ലേ യാത്ര തുടങ്ങിയത്. പക്ഷെ എവിടെയൊക്കെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് മുഖാന്തര നിന്റെ ദിശകൾ മാറിയെങ്കിൽ, നിനക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നീ ഇന്ന് ആഗ്രഹിച്ച ആ തുറമുഖത്തേക്ക് നിന്നെ നിന്റെ കുടുംബത്തെ എത്തിക്കുക എന്റെ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു മാസമത്രേ. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുന്നു, യേശു കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ഹല്ലേലൂയ. അതെ, ശാന്തമാക്കേണ്ടതിനെ ശാന്തമാക്കി കഴിയുമ്പോ ചിലത് അടങ്ങുവാനായിട്ട് ഇടയായിത്തീര. അടങ്ങത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്ത് എന്റെ കർത്താവിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ, എന്റെ കർത്താവിന്റെ വാക്കിന്റെ മുമ്പേ, എന്റെ കർത്താവിന്റെ നോട്ടത്തിന്റെ മുമ്പേ ചിലതൊക്കെ ശാന്തമായി തീരും. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നിന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത ഉണ്ടാകും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു സമാധാനത്തോടെ ഇരിക്കുമ്പോ എവിടെ നിന്നൊക്കെ ആഞ്ഞടിക്കുന്നത് പോലെ ചില പ്രശ്നങ്ങൾ നിന്നെ കോളിളക്കം സൃഷ്ടിക്കുന്നത് പോലെ നിന്റെ സമാധാനത്തേക്കെടുത്ത്, നിന്റെ സ്വസ്ഥതയ്ക്കെടുത്ത്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു കൊടുങ്കാറ്റടിച്ച് ആഞ്ഞെടുത്ത് നിന്റെ ജീവിതത്തിനകത്ത് നീ അതുവരെയും പ്രാപിച്ച, നീ അനുഭവിച്ചു കൊണ്ടിരുന്ന സകലതിനെയും ആ കാറ്റിനകത്ത് ചുഴറ്റി എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് പലതും കൊള്ളയിട്ട് കൊണ്ട് പോകുമ്പോ ഈ പകൽക്കാലം ഹല്ലേലൂയ ആ ശത്രുമണ്ഡലത്തെ പൊട്ടിച്ച് നിനക്കൊരു ശാന്തത വരുത്തേണ്ടതിനായിട്ട് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാ. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, ആ ഒരു അനുഭവത്തിൽ ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. ശാന്തത വന്ന നീ സന്തോഷിക്കും. ഹല്ലേലൂയ. എത്ര പേർ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത ഉണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണമെന്ന്. ഹല്ലേലൂയ. കർത്താവ് സന്തോഷം തന്ന ആ സന്തോഷത്തെ എടുത്തു കളയുവാൻ കഴിയത്തില്ല ആർക്കും. ഹല്ലേലൂയ. അവർ സന്തോഷിച്ചോ. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് യഹോവ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്ക, ഈ 4-ാം മാസം നിന്നെ എത്തിക്കേണ്ടടുത്ത് സർവശക്തനായ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതിനെതിരായി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ കർത്താവ് ശാന്തമാക്കുവാനായിട്ട് ഇടയായിത്തീരാ. ചിലതിനെ അമർച്ച ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. എനിക്ക് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ 4-ാം മാസം ഒരു വിടുതന്റെ മാസമായി തീരട്ടെ. നീ പുറത്തു വരികയില്ല എന്നും നിന്റെ വാഗ്ദത്തങ്ങളെ മൂടിവെക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ നടന്ന് കയറുമ്പോഴായിരിക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. എന്നാൽ ശാന്തമാക്കിക്കൊണ്ട് കർത്താവ് നിന്നെ മുന്നോട്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതേ ശാന്തത വന്നത് കൊണ്ട് യഹോവ അവരെ എന്ത് ചെയ്തു? അവരാഗ്രഹിച്ച തുറമുഖത്ത്, ഹല്ലേലൂയ, ചില ആഗ്രഹങ്ങളുമായിട്ടാണ് നീ യാത്ര തിരിച്ചതല്ലേ. ആ യാത്രയുടെ ഇടയിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങളെ കർത്താവ് ഇന്ന് സോൾവ് ചെയ്യുവാനായിട്ടിടയത്തിന് നിന്നെ ആഗ്രഹിച്ച തുറമുഖത്തേക്ക്
ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ തലമുറയെക്കുറിച്ച് നീ ചിലത് ആഗ്രഹിച്ചില്ലേ? നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് നീ ചിലത് ആഗ്രഹിച്ചില്ലേ? നിങ്ങളെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ ചിലത് ആഗ്രഹിച്ചില്ലേ? ആ ഒരു ആഗ്രഹത്തെ ഹല്ലേലൂയ പൂർത്തീകരിക്കുന്ന ഒരു മാസമത്രേ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. ചില വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കേ. ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണുമെന്ന് വിളിച്ചു പറയുക. നാവിമേൽ അധികാരം തന്നിട്ടുണ്ട് ഹല്ലേലൂയ. അതെ, പകുതി വച്ച് നിൽക്കുവാനല്ല, ചില വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ പുറത്തു വരുന്ന മാസമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തി. ഹല്ലേലൂയ. അതേ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തിരുവചനത്തിൽ കാണുമ്പോൾ ഹല്ലേലൂയ പൗലോസിന്റെ യാത്രയുടെ മധ്യത്തെ കൊടുങ്കാറ്റുകൾ, കപ്പൽ ഛേദങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. ആശയേറ്റു പോകുമെന്നുള്ള വിഷയങ്ങൾ കടന്നു വന്നു. അവർ രക്ഷപ്പെട്ട് മെലിത്തേൽ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ എന്ത് ചെയ്തു? അവിടെയുള്ള ശക്തി അവന്റെ കരത്തിൽ കയറി പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവർ റോമിൽ എത്തി. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ വാഗ്ദത്വമായിട്ടാണ് യാത്ര തിരിച്ചിരിക്കുന്നുവെങ്കിൽ ആ വാഗ്ദത്വം തന്ന കർത്താവ് നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയെത്തില്ല. നിന്റെ പടകിന്റെ അമരത്ത് എന്റെ കർത്താവിനെ നീ ഇരുത്തുന്നുണ്ടെങ്കിൽ, കർത്താവിനെ ഇരുത്തേണ്ടവണ്ണം കർത്താവിനെ ഇരുത്തുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നിന്റെ പടക് തകരുവാൻ കർത്താവ് അനുവദിച്ചു കൊടുക്കേല. ആശയേറ്റു പോയി കഴിഞ്ഞാലോ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലോ, ഭയങ്കരന്മാരുടെ ചീറ്റ നിന്റെ മതിന്റെ നേരെ ആഞ്ഞടിച്ചെന്നിരുന്നാലോ, പ്രിയ ദൈവ പൈതലേ, നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ തലമുറയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ കുടുംബജീവിതത്തിനകത്ത് നടക്കേണ്ട വിടുതലുകളെ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരാ. ഒന്നും തടയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിനകത്ത് വലിയ ശാന്തത വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ചിലതൊക്കെ ഈ പകൽക്കാലം ഹല്ലേലൂയ ഈ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ചലിക്കുവാൻ ഇടയായി തീരുമ്പോ, അതേ സ്തോത്രം, ചില കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങളെ ഹല്ലേലൂയ ഇളക്കി മറിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിലേക്ക് എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം ചലിക്കുവാനായിട്ട് ഇടയത്തില്ല. ദൈവം എഴുന്നേൽക്കുമ്പോ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങൾ പൊട്ടി മാറുവാനായിട്ട് ഇടയായിത്തീര. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ചിലർക്ക് വേണ്ടി അങ്ങനെ ഒരു ദൈവിക പ്രവൃത്തിയുടെ കലവറ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് കർത്താവ് വെളിപ്പെടുത്തുന്ന പൽക്കാലം അത്രേ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവനെ എഴുന്നേറ്റു കാറ്റിനെ ശ്വാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങു എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവാര സകലതിനെ അടക്കി വാഴുവാൻ കഴിയുന്ന, സകലതിനെ അമർച്ച ചെയ്യുവാൻ കഴിയുന്ന, നിന്റെ ജീവിത യാത്രയ്ക്കെതിരായി കടന്നു വരുന്നതിനെ അടക്കി വാഴുവാൻ കഴിയുന്ന സകലതിന്മേലും അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ഒരു വാക്കിന്റെ മുമ്പിൽ സകലതും അടങ്ങുവാനായിട്ടിടയായി തീർന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കാൻ പോകുക. സ്തോത്രം. ആർക്കും ഒതുക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളെ കർത്താവ് ഇന്ന് അമർച്ച ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഈ 2025 ഏപ്രിൽ മാസം നീ ശാന്തതയോട് കൂടി എത്തേണ്ടടുത്ത് എത്തുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. പ്രിയതേ പൈതലെ, ഭാരപ്പെടണ്ട, ആകുലപ്പെടണ്ട. ഹല്ലേലൂയ. അല്പസമയം നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയും മാറിപ്പോകേണ്ടി വന്നു കാണും കാറ്റിനകത്ത്. ഹല്ലേലൂയ. നിന്റെ പടക് മുങ്ങുമെന്ന് തോന്നിക്കാണുമായിരിക്കാം. പക്ഷെ ആ തോന്നലുകളെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ 4-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് പടക് മുങ്ങുമെന്നുള്ള കാറ്റ് അടിച്ചു. പക്ഷേ 5-ാം അധ്യായത്തിൽ എഴുതി ചേർത്തു, അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. അങ്ങനെയൊക്കെ കഴിഞ്ഞ 3 മാസമായിട്ട് നിന്റെ ജീവിതത്തിനെതിരായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളും തിരമാലകൾ കൊണ്ട് നിനക്ക് എത്തേണ്ടടുത്ത് എത്തിക്കാണില്ലായിരിക്കാം. വല്ലാതെ നീ ആടി ഉലഞ്ഞ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ ഏപ്രിൽ മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, നീ എത്തേണ്ടടുത്ത് എത്തും. ഹല്ലേലൂയ. വചനത്തിൽ
വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഗദരദേശത്ത് അവർ എത്തി, ഹല്ലേലൂയ. റോമിൽ അവർ എത്തി, ഹല്ലേലൂയ. അതെ, അവർ ആഗ്രഹിച്ച തുറമുഖത്തെ ദൈവം അവരെ എത്തിച്ചു, ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ കർത്താവ് ശാന്തമാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് എത്തിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാസമത്രേ, ഹല്ലേലൂയ. അതേ, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരാ. നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, നിങ്ങൾ തകർന്നു പോകുവാനല്ല കർത്താവ് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത്, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കടന്നു വരുമെന്നറിയാം. ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിനക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് കർത്താവിനറിയാം. ആ സാഹചര്യത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട് കർത്താവ് നിന്റെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും, ഹല്ലേലൂയ. നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു കർത്താവല്ല, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നിന്റെ കരം പിടിച്ചിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, സകലതിനെയും ജയിപ്പാൻ നിനക്ക് വേണ്ടി ജയിപ്പാൻ നിന്റെ മേൽ ശക്തി പകരുവാൻ കഴിയുന്ന ഒരു കർത്താവത്രേ. അങ്ങനെ ഞാൻ പറയട്ടെ, നിന്റെ പടക്ക് തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ വലിയ ശാന്തത വെളിപ്പെടും. വിശ്വസിക്കുക, ഈ ഏപ്രിൽ മാസത്ത് വലിയ ശാന്തത വെളിപ്പെടും. എവിടെയാണ് ശാന്തത ഇല്ലാതിരിക്കുന്നത്, ആ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുവാനായിട്ടിടയത്തിനും ശാന്തത വരുത്തുന്ന കർത്താവ് നിന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. അസ്വസ്ഥമാക്കുന്ന കർത്താവല്ല, അശാന്തമാക്കുന്ന അല്ല. അശാന്തമായി തിരിയുന്ന മനസ്സിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെ ഇരിക്കുന്ന. സ്തോത്ര. മനുഷ്യരുടെ സാന്നിധ്യം പലപ്പോഴും നമ്മുടെ അശാന്തരാക്കി തീർക്കാം, ഹല്ലേലൂയ. എന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ശാന്തമാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാക്കി തീർക്കാം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ശാന്തത വരുത്തുന്ന സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. ആ ദൈവം നിനക്ക് നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് വലിയ ശാന്തത വരുത്തും, ഹല്ലേലൂയ. ശാന്തതയുടെ മാസമെന്ന് വിശ്വസിക്കുക. അതങ്ങനെ സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. വെറും ശാന്തത മാത്രമല്ല, ആഗ്രഹിച്ച തുറമുഖത്തേക്ക് സ്വർഗത്തിലെ ദൈവം നിശബ്ദം കേൾക്കുന്നവരെ എത്തിക്കുന്ന മാസമത്രേ, ഹല്ലേലൂയ. നിന്റെ പടക്ക് തകരുവാനോ നീ വഴി പകുതി ബ്രേക്ക് ആകുവാനോ ദൈവം അനുവദിക്കത്തില്ല. നീ എത്തേണ്ടടുത്ത് വെറുതെ എത്തുകയല്ല, സന്തോഷത്തോടു കൂടി എത്തത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തികളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ടിടയത്തിനും. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, ഈ ഏപ്രിൽ മാസം വലിയ ശാന്തത വെളിപ്പെടുന്ന മാസമത്രേ. ശാന്തമാക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ശാന്തത വെളിപ്പെടട്ടെ കർത്താവേ. സകലതിനെയും ശാന്തമാക്കുന്ന കർത്താവ് ഇവരുടെ കൂടെ ഈ മാസം ഇരിക്കുന്നതിനായി സ്തോത്ര. ദൈവത്തിന്റെ സാന്നിധ്യം ഇവരെ തൊടട്ട് കർത്താവേ. അശാന്തമായിരിക്കുന്ന മനസ്സിനകത്ത് ശാന്തമാക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. സകലതിനെ അടക്കി വാഴുവാൻ കഴിയുന്ന, സകലതിനെ അമർച്ച ചെയ്യുവാൻ കഴിയുന്ന അധികാരമുള്ള കർത്താവ് കൂടെ ഇരുന്ന കർത്താവേ, ഇവർക്കെതിരായി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ ശാന്തമാക്കിക്കൊണ്ട് ഇവരെ എത്തിക്കേണ്ടടുത്ത് ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കരം പിടിച്ച് കയറ്റുന്ന മാസമായിരിക്കാൻ സ്തോത്ര. ജനം ശാന്തത അനുഭവിക്കട്ടെ. ജനം എത്തേണ്ടടുത്ത് എത്തട്ടെ. വലിയ വിടുതലുകൾ അനുഭവിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്ര. മഹത്വം അങ്ങേക്കായി തരുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.